തീരെയും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷനായിരുന്നു ഇന്നലെ നടന്നത്. അത് പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു അൺഫെയർ ആയിരുന്നു. കാരണം ഇത്രയും നല്ലൊരു ബെസ്റ്റ് പ്ലെയർ, ആളുടെ നല്ലോണം ഗെയിം കളിക്കുന്നുള്ള നല്ലോണം കണ്ടൻറ്റ് കൊടുത്തിരുന്നു. ഈ പറയുന്ന വെളിയിൽ എല്ലാവരും സപ്പോർട്ട് കൊടുത്തു. ഈ പറയുന്ന ഞാൻ പോലും ഇത്രയും ദിവസം ഞാൻ വോട്ട് ചെയ്ത ആൾക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ അത് വേറെ ആരുമല്ല, ജിസേൽ താക്രാൽ. നല്ലൊരു പ്ലെയർ ആയിരുന്നു. ആര്യൻ്റെയും ജിസേലിൻ്റെയും കോംബോ നോക്കിയാലോ, അല്ലെങ്കിൽ ജിസേൽ അവിടെ എന്താ പറയുന്നത് എല്ലാവരോടും നല്ല രീതിയിലായിരുന്നു ഇടപെട്ടുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ എനിക്കതിൽ ഭയങ്കര വിഷമമുണ്ട്. അപ്പോൾ ഞാൻ ഹോപ്പ് ചെയ്യുന്നു ജിസേലിനെ അവർ എന്തെങ്കിലും ഒരു സീക്രട്ട് റൂമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു തന്നെ. പക്ഷേ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു അൺഫെയർ ഡിസിഷൻ ബിഗ് ബോസ് എടുത്തത്. ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിരുന്ന ആര്യനോടായതുകൊണ്ട് കുറച്ചും കൂടെ വിഷമം ഉണ്ടായിരുന്നു ആൾക്ക് അതിൽ. പക്ഷെ ആൾ സ്റ്റേജിൽ വന്നപ്പോഴും ലാലേട്ടനായിട്ട് സംസാരിച്ചപ്പോഴും ഇറങ്ങി പോകുന്നവരെ ആൾക്ക് ആ ഒരു കോൺഫിഡൻസും നല്ല പുഞ്ചിരി ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ആ ഹൗസിൽ ഇതുവരെ ഇത്രയും നാൾ ജിസേലിൽ നിർത്തിക്കൊണ്ടിരുന്നത്. അത് ആൾ ഇറങ്ങുന്നവരെ അത് മെയിൻറ്റെയിൻ ചെയ്തില്ല. ഐ എം സോ പ്രൗഡ് ഓഫ് ഹർ. അവിടെ വേറെ ഒരുപാട് കണ്ടസ്റ്റൻ്റ് ഉണ്ട്, പൊടി പോലും ഒന്നും ചെയ്യാതെ അവിടെ ചുമ്മാ തിന്നും കുടിച്ചും ഉറങ്ങി നടക്കുന്നവർ. അവരെയൊക്കെ കളയാതെ ഈ നല്ല നല്ല കണ്ടൻറ്റ് ആയിരുന്നു അല്ലെങ്കിൽ നല്ലോണം ഗെയിം കളിക്കുന്നവരെയൊക്കെ വെളിയിറക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നിങ്ങൾ പറയുക കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുക. ബൈ ബൈ.